ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലാണ് നമ്മൾ ഇന്ന് ട്രേഡ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ എത്തിയാൽ മാത്രമാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുകയുള്ളൂ. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലോ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലോ 1 മിനിറ്റ് റിവേഴ്സൽ കിട്ടിയാലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലെവലുകൾ എത്തിയാൽ മാത്രമായിരിക്കും നമ്മൾ എൻട്രികൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 9:25 ആയിട്ടുണ്ട്. ഒരു നല്ല എൻട്രി കിട്ടി കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ ടാപ്പ് ചെയ്യാണ്ട് തന്നെ മുകളിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയുടെ അവിടെ ഓൾമോസ്റ്റ് പ്രീവിയസ് ഡേ FVG OB ഉള്ള ഏരിയയിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു BOS കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി മുകളിലേക്കാണ് ട്രെൻഡ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. ടാർഗറ്റായിട്ട് നമുക്ക് മുകളിലുള്ള FVG നമുക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാം. അപ്പോൾ എന്തായാലും അവിടെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്കുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നൊരു എൻട്രി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി BOS സംഭവിച്ചിട്ടുണ്ട്. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഇൻറ്റേർണലായിട്ടൊരു സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു FVG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസൊക്കെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കിവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്കൊരു OB നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ളൊരു OB. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഒരു BOS, ഒരു സ്വീപ്പ്, ഒരു FVG, ഒരു OB, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്, ഇവിടെ ഒരു IDX ഇൻഡ്യൂസ്മെൻറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റ് ഈ FVGയിലോ അല്ലെങ്കിൽ OBയിലോ വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് തൊട്ട് OBന് താഴെ വച്ചിട്ട് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ടാർഗറ്റായിട്ട് നമുക്ക് അപ്കമിങ് യെസ്റ്റർഡേസ് ഒരു FVGയിലേക്ക് നമുക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഇവിടെ വന്നാൽ മാത്രം എൻട്രി എടുക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എൻട്രി കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓൾമോസ്റ്റ് 1:3 ടാർഗറ്റാണ് ഇവിടെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 9:50 ആണ് ടൈം അയക്കുന്നത് നിഫ്റ്റിയിൽ. എന്തായാലും നമുക്ക് ആ ലെവലിൽ എത്തുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 10:49 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെവലുകൾ ആക്റ്റീവ് ആവാണ്ട് തന്നെ മൂവ്മെൻറ്റ് തന്നിരിക്കുകയാണ്. നമുക്കൊരു എൻട്രി മിസ്സായിരിക്കുകയാണ്. കുഴപ്പമില്ല, എന്തായാലും മുകളിലെത്തി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക് താഴത്തേക്ക് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തായാലും ആ ലെവലുകൾ എന്തായാലും എത്തണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് ഫസ്റ്റ് എൻട്രി നമുക്ക് മിസ്സായിരിക്കുകയാണ്. കുഴപ്പമില്ല, ഇനി എൻട്രികൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്തായാലും നമ്മളെ പറ്റിച്ചുകൊണ്ട് ഇതാ ഒരു 1:3 ട്രേഡ് നമുക്ക് മിസ്സായിരിക്കുകയാണ്. കുഴപ്പമില്ല, ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എന്തായാലും ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയുടെ ഏരിയയിൽ തന്നെയാണുള്ളത്. നിഫ്റ്റി നമുക്കിവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, ഒരു FVG ഉണ്ട്, OB ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു 1 മിനിറ്റ് കൺഫർമേഷനിലാണ് മാത്രം നമ്മൾ എൻട്രി എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ലെവലുകൾ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കാം. ഇവിടെ നിഫ്റ്റിയിൽ നമ്മൾ ഓൾറെഡി ഒരു BSL ആക്റ്റീവ് ആയിട്ടുണ്ട്. സെയിം ടൈമിൽ ഇനി ഇവിടെ നിന്ന് ഒരു 1 മിനിറ്റ് റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ എൻട്രി എടുക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ രണ്ടാമത്തെ BSL കൂടിയും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ BSL ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ BSL എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിൽ നമുക്കൊരു OB ബിയറിഷ് സൈഡിലൊക്കെയുള്ള OB ഉണ്ട്, ഒരു ലിക്വിഡിറ്റിയും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റി 24,400 പുട്ടും ബാങ്ക് നിഫ്റ്റി 55,000 പുട്ടുമാണ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരുന്നത്. അതെന്തായാലും ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് 60 പോയിൻറ്റ്സും നിഫ്റ്റി ഓൾമോസ്റ്റ് 45-50 പോയിൻറ്റ്സും നമുക്ക് തന്നിട്ടുണ്ട്. അതെന്തായാലും വലിയൊരു മാർജിനാണ്. ഓൾമോസ്റ്റ് 6-7-8 മാക്സിമം പോയിൻറ്റ്സ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല 2 ട്രേഡുകളാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതും കൂടി ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ട്രേഡുകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തോളുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഫ്രീ ആണ്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല നല്ല ലെവൽസുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അത് ഞങ്ങൾക്കൊരു സപ്പോർട്ടായിരിക്കും പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട്. ഓൾസോ നമ്മൾ ഈ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്തുകൊള്ളുക. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.